ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വീഡിയോ 4 മണിക്കാറ്റിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്കാറ്റിലേക്ക് ഞങ്ങൾ പോയേക്കാണ് കേട്ടോ. ഒരു ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. നല്ല മഴയുടെ ഒരു കാര്യമുള്ള സമയത്താണ് ഞങ്ങൾ പോയത്. പക്ഷെ മഴ അങ്ങനെ പെയ്യുന്നില്ല, എന്നാൽ വെയിലുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പോയത് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ ചെന്ന വഴിക്ക് ചായ കുടിക്കാൻ തീരുമാനിച്ചു. കാരണം കുട്ടികൾ വിശന്ന് കരഞ്ഞു തുടങ്ങിയിരുന്നു. അവർക്ക് ചായക്കട കണ്ടാൽ പിന്നെ അപ്പം തന്നെ ചായ വേണം. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായി ചായക്കടയിലേക്ക് കയറി. ചായക്കട എന്ന് പറയാൻ പറ്റില്ല, ഒരു വണ്ടി പോലെ ഒരു സാധനത്തിനുണ്ട്. ഇങ്ങനെ കുടയിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു വൈബുള്ളൊരു കട. അങ്ങനത്തെ കട തന്നെ ഒരു 5-6 ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളൊരു കട നോക്കി കയറിയെന്ന് മാത്രം. ഞങ്ങളാദ്യം കുറച്ച് ഇത് ഓർഡർ ചെയ്തു. പഴംപൊരി ഓർഡർ ചെയ്തു. പഴംപൊരി അല്ല, ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് മറ്റേ കറുമുറു പോലെ സാധനത്തിനാണ്, പക്കവടയില്ലേ, അതാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അത് തിന്ന് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് വീണ്ടും വേണം എന്ന് പറഞ്ഞപ്പോൾ പഴംപൊരി മേടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഒരു തീറ്റയൊക്കെ പാസ്സാക്കി ഞങ്ങൾ പിന്നെ പോയത് 4 മണിക്കാറ്റിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഉള്ളിലാണെങ്കിൽ ബോട്ട് സർവീസുകളുണ്ട്. പക്ഷെ ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയില്ല. കാരണം ഞങ്ങളൊരു വട്ടം ഇതുപോലെ വന്നിട്ട് വഞ്ചിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ മഴയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ വെള്ളം ഇങ്ങനെ കൂടി നിൽക്കണ പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ അധികം അതിൽ കയറാൻ പോയില്ല. പിന്നെ ഒരു ചെറിയ പേടിയുണ്ടെന്ന് വിചാരിച്ചു, മഴയൊക്കെ അല്ലേന്ന്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയത് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു പാർക്കിലേക്കാണ്. അതിൻ്റെ വീഡിയോ ഷോർട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചെന്നു. അവിടെ ആണെങ്കിൽ ഒരു പാലം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാലത്തിൽ കൂടെ, അതായത് പുഴയുടെ അപ്പുറത്തേക്ക് കിടക്കണ പോലെ ഒരു പാലത്തിൽ കൂടെ വേണം ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ പിള്ളേർക്ക് ഇതിലൊക്കെ കയറണം, ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കയറണം. പക്ഷെ അത് കയറാൻ ഒരു പേടി അവർക്ക്. അങ്ങനെ അത് കയറിയില്ല. അതിന് ശേഷം ഞങ്ങൾ പോയത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒഴുകുന്ന നമ്മൾ സ്ലൈഡില്ലേ, അതാണ്. ആ സ്ലൈഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ അവർക്ക് അത് ഇഷ്ടമുള്ളത് അതിൽ തന്നെ കയറിക്കോട്ടെ എന്ന് വെച്ചാൽ അവരെ തുറന്ന് വിട്ടു എന്ന് പറഞ്ഞ പോലെ അവരോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കാണുന്ന എല്ലാ സ്ലൈഡിലും പൂര കളിയായിരുന്നു കേട്ടോ. കളിയെന്ന് വെച്ചാൽ ചില്ലറ കളിയല്ല, ഭയങ്കര കളി. എൻ്റെ മോളാണ്, അങ്ങോട്ട് ഓടുന്നു, ഏതിലാണ് കയറണ്ടേന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ വട്ടം കറങ്ങുന്നതിലുണ്ട്, കയറുന്നുണ്ട് അവർ. അതിൽ മൂത്ത മോന് ഭയങ്കര പേടിയായിട്ട് അതിന് ചാടി ഇറങ്ങി. കരച്ചിലൊക്കെ കണ്ടോ, അവ ഇരിക്കണുണ്ടോ പേടിച്ചിട്ടിരിക്കണേ. അവൾക്ക് പേടിയൊന്നുമില്ല. പിന്നെ അവന് ധൈര്യം വന്നു കേട്ടോ. അപ്പോൾ അവൻ ശരിക്കിരുന്നു. ആദ്യം ഒരു പേടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇരുട്ടി തുടങ്ങിയപ്പോൾ നല്ല വൈബായിരുന്നു. കാരണം നല്ല ലൈറ്റൊക്കെ കത്തി സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം, ഞാൻ തന്നെ കണ്ടില്ല വീഡിയോ പിടിക്കുന്നത്, കണ്ടിരിക്കുന്നു. പിള്ളേരാണെങ്കിൽ അവിടുന്ന് പോരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി. മഴ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സ്ലൈഡിൻ്റെ അടിയിൽ നിന്നു. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, കാരണം വണ്ടി അവിടെ ഇരിക്കുന്നു, കോട്ടിരിക്കുന്നു, കുടയൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് മഴയൊക്കെ ഒന്ന് കുറയണ വരെ അവിടെ നിന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കൂടെ എല്ലാവരും അവിടെ വന്നവരും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ കുറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് പോയി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ ചെന്നിരുന്നിരുന്നത് ഒരു ഷെഡ് പോലെ ഉണ്ട്. അപ്പോൾ മഴ കൊള്ളണ്ട, ചാറിനുണ്ട്. ഷെഡിലാണ് ഞങ്ങളവിടെ ചെന്നിരുന്നു. അവിടെ നോക്കി മേലെ നോക്കിയപ്പോൾ പഴയ കാലത്തെ കൊട്ടകളും അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് അപ്പുറത്തെ സൈഡ് കയാക്കിങ് ഉണ്ടെന്നറിയാം. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. പക്ഷേ കയാക്കിൽ നിറച്ച ആൾക്കാരായിരുന്നു. പിന്നെ ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിൻ്റെ അടിയിൽ നിറച്ച് വെള്ളം, അപ്പോൾ അത് ആടാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കുന്നിടത്തേക്ക് പോകുന്നു. അരയന്നത്തിനൊക്കെ കണ്ട് 2 അരയന്നങ്ങൾ കണ്ടു. അങ്ങനെ തിരിച്ചു പോന്നു.